അപ്പോൾ നമ്മൾ ഗോഡ്സിൻ്റെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനിമൽസിൻ്റെ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എലിഫൻറ്റ്. ഓക്കെ, ആദ്യം ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ളത് അങ്ങനെ വരച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ റൗണ്ടഡ് ചെയ്ത് കൊണ്ടുവരിക. റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ റൗണ്ടഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ക്ലോസ് ചെയ്യും. കണ്ടില്ല? ഇനി ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ ഈ ലൈനിനെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും റൗണ്ടഡ് ആയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊണ്ടുവരിക. ഇനി നമ്മൾ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കർവ് കൊടുക്കുക. എന്നിട്ട് ഈ ലെഗ് വലിയൊരു റെക്റ്റാങ്കിൾ, അതിൻ്റെ തൊട്ട് പിന്നാലത്തത് ഷോർട്ടായിട്ടുള്ള റെക്റ്റാങ്കിൾ. പിന്നെ ഈ രണ്ട് എൻഡിൽ വരുന്നത് ലോങ്ങും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഷോർട്ട്. അപ്പോഴാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. പിന്നെ യു ക്യാൻ ജസ്റ്റ് ഡ്രോ എ സിമ്പിളായി. പിന്നെ കൊമ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ ഇവിടെ വരയ്ക്കാം. അപ്പുറത്ത് സൈഡിൽ നിന്നുള്ളതല്ലേ, അപ്പോൾ ഒരു 1 വുഡ് ബി ഇനഫ്. ഇനി ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ആനയുടെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. വാല് ഇവിടെ ഇങ്ങനെ അവരുടെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ കൊണ്ടിട്ട് ചെയ്യും. ഇതാണ് സിമ്പിളായിട്ടുള്ള എലിഫൻറ്റ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ബേർഡ് അല്ലെങ്കിൽ ഒരു ക്രോനെ നോക്കാം. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചു. പിന്നെ ഒരു സർക്കിൾ വിച്ച് ഇസ് ബേസിക്കലി ഇത് ബേർഡിൻ്റെ ഫേസ്, അതിൻ്റെ ബീക്ക് വരച്ചു. ഇനി ലൈക്ക് ചിറകാണ് വരയ്ക്കേണ്ടത്. അതിങ്ങനെ 2 എണ്ണം ലൈന് കൊടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് കൊടുക്കുക. അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ ആ ഒരു സൈഡിലോട്ട് കൊടുക്കുക. വാല് ഈ ഒരു കോർണറിന് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ചെറിയ ലെഗ്, എല്ലാത്തിനും ഒരു ലെഗ് ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ കൊടുക്കുക. ഇതായി രണ്ടാമത്തെ ആനിമൽ. ഇനി മൂന്നാമത്തത് ചെറിയ നടക്കുന്ന കുരുവികളെ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഇനീഷ്യലി പെൻസിൽ കൊണ്ട് വരച്ചത്. ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ ഫോർ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് സർക്കിൾ തന്നെ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ഇവിടെ ഫേസ് കൊടുത്തു, നമ്മളൊരു ബീക്ക് കൊടുത്തു. ഇനി ഈ സർക്കിളിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വരയ്ക്കും. ഒരു കർവ് വെച്ചിട്ട് വരയ്ക്കാം. ഇനി ഇതേ സർക്കിളിൻ്റെ തന്നെ ഇപ്പുറത്തെ എൻഡിൽ നിന്ന് ഇതിങ്ങനെ ഈ കർവും കൂടെ കൊണ്ടുവന്ന് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്യുന്ന അവിടെ നമ്മളിങ്ങനെ 3 പ്രിൻ്റ് കൊടുത്ത് ചുമ്മാ ഇങ്ങനെ ലെഗ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ബേസിക്കായിട്ട്. ആൻഡ് ദിസ് കംസ് ആസ് എ തേർഡ് മോഡൽ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കൗവിനെയാണ്. കൗവിനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇനീഷ്യലി ഹ്യൂമനെ വരച്ചില്ലേ, അപ്പോൾ അതുപോലെ ഒരു ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി അതിൻ്റെ ജോയിൻ ചെയ്തിട്ടുള്ള അനദർ ട്രയാങ്കിൾ വരച്ചു. നമ്മൾ യൂഷ്വൽ ബോഡി വരയ്ക്കുന്നത്. ഇവിടെ ഒരു ഒറ്റ ലൈനിൽ കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചു, വിച്ച് കംസ് ആസ് ഫേസ്. ഇനി കൗവിനൊക്കെ എന്താണ്ടാവും, 2 ചെവി ഉണ്ടാവും. ആ ചെവി വരയ്ക്കുക. നമ്മൾ കണ്ണ് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അവരുടെ ബുള്ളിനൊക്കെ ഉണ്ടാകുന്ന ഈ കൊമ്പില്ലേ, കൊമ്പ് കൊടുത്തു. ഇനി ലെഗ്സ് നമ്മളിങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഒരു കോർണറിൽ നിന്നായിരിക്കും 2 ലെഗ്സും വരുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ടെയിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അതായി. ഇനി അനദർ മോഡൽ, നമ്മൾ വേറൊരു മോഡൽ ഒരു ബേർഡിനെയും കൂടെ വരച്ചിട്ട് ലെറ്റ്സ് ട്രൈ പീകോക്ക്. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു. എന്നിട്ടൊരു ഹാഫ് സർക്കിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ജോയിൻ ചെയ്തു. ഇവിടെ ഒരു സർക്കിൾ വിച്ച് ഹാസ് എ ഫേസ്, ബീക്ക്, ഐസ്. ഇങ്ങനെ ലെഗ് നമ്മൾ ഈ ഒരു 3 ലെഗ് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇതും കൂടെ കൊടുക്കാം, വിച്ച് ഇസ് ക്വൈറ്റ് ഓപ്ഷണൽ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ടെയിൽ പോലെ ചെറിയൊരു ടെയിൽ. പല ടൈപ്പ് ബേർഡ്സ് വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 3 ടൈപ്പ് ബേർഡ്സ്, ഒന്ന് ഫ്ലൈ,
രണ്ടെണ്ണം നിലത്തിരിക്കുന്ന രീതിയിൽ പഠിച്ചല്ലോ. ഇനി ലെറ്റ്സ് ലുക്ക് ഹൗ പീകോക്ക് ലുക്സ് ലൈക്ക്. പീകോക്കിന് നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇനി അത് ചുമ്മാ അതിൻ്റെ ഇടയിൽ ഒരു പ്രിൻ്റായിട്ട് ലെറ്റ്സ് ഡ്രോ ട്രയാങ്കിൾ ഇൻസൈഡ് ഓൾസോ. ഇനി ഇങ്ങനെ ഒരു കേർവ് ഈ എൻഡിൽ വരയ്ക്കുക. എന്നിട്ട് അവിടെ ഇതിനൊരു ഫേസ് കൊടുക്കുക. തലയിൽ ആ ഒരു ഹെഡ് ഇത് കൊടുത്തു. ഇനിയാണ് നമ്മൾ ഫെദറോട്, ഇത് ഫെദർ കുറച്ചും കൂടെ ലെങ്തി ആക്കാം കേട്ടോ. നിങ്ങൾക്ക് വർലിയിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ചുമ്മാ ലൈൻസാണ് കൊടുക്കുക. ലൈൻസ് ഇങ്ങനെ കൊടുക്കും. അതേപോലെ തന്നെ ഇതിനും ഇങ്ങനെ കൊടുത്ത് ഇതിനും കൊടുക്കും. പീകോക്കിൻ്റെ ഇത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് രണ്ട് ലെഗ് ഒന്ന് കൊടുത്തു. ജസ്റ്റ് ക്വൈറ്റ് സിമ്പിൾ. ഇനി ദർ ഇസ് എൻ അസൈൻമെൻറ്റ് ഫോർ ദ ഡേ. ഐ നീഡ് യു ഗൈസ് ടു ട്രൈ ഡ്രോയിങ് ഹോഴ്സ് എങ്ങനെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ഇതൊക്കെ പഠിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ഹോഴ്സും ഒരു ഓക്സും എങ്ങനെയായിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ആൻഡ് എനി അതർ ആനിമൽ ഓഫ് യുവർ ചോയ്സ്. അത് വേണമെങ്കിൽ ജിറാഫ് ആകാം, അല്ലെങ്കിൽ ലയൺ ആകാം, എനിത്തിങ്. നിങ്ങൾക്ക് എങ്ങനെ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു 1 or 2 അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വരച്ച് നോക്കുക. ഐ നീഡ് 3 ഫ്രം ഈച്ച് ഓഫ് യു, 3 ആനിമൽസ് ഫ്രം ഈച്ച് ഓഫ് യു. ഹലോ. സോ ഇന്ന് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇന്ന് സാറ്റർഡേയുടെ ക്ലാസ് ഐ വിൽ ബി ട്രാവലിംഗ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ്. ഞാനൊരു 4 o'clock 5 o'clock ആകുമ്പോൾ ഐ വിൽ ഗിവ് യു കൺഫർമേഷൻ വെദർ വി വിൽ ഹാവ് ക്ലാസ് ടുഡേ, ലൈവ് ക്ലാസ് ടുഡേ. ആൻഡ് ഐ ഓൾസോ നീഡ് യുവർ കൺഫർമേഷനോട് പറഞ്ഞിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അതും ഞാൻ താഴെ പോളിടാം, അതിലൊന്ന് എനിക്ക് കൺഫേം ചെയ്തിട്ട് തരണം കേട്ടോ. ആൻഡ് ആസ് ഓഫ് നൗ സിൻസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രോബിലിറ്റി കുറവായതുകൊണ്ടും ഐ എം ആഡിങ് 1 more ലൈവ് ക്ലാസ് ടുഡേ. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ആനിമൽസ് വെച്ചിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. Okay, I hope right now the screen is visible. Yeah. നമ്മൾ ഇന്നലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആനിമൽസ് പറഞ്ഞു, നിങ്ങളോട് 1-2 ആനിമൽസ് ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു. ആൻഡ് നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫിഷ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഫിഷ് ക്വൈറ്റ് സിമ്പിളാണ്. നമ്മൾ എല്ലാത്തിലും വരയ്ക്കുന്ന പോലെയാണ് നമ്മൾ ഇതിലും ഫിഷ് വരയ്ക്കുന്നത്. ഒരു ആർച്ച് ഉണ്ടാക്കി ആ ആർച്ചിന് വീണ്ടും ക്രോസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഇതും ഫിൻസും കൊടുക്കണം. ഒക്കെ ട്രയാങ്കിൾസ് പോലെ ആയിരിക്കും ഫിൻസ് കൊടുക്കേണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്നലത്തെ അതിൽ ഫില്ലിങ് ചെയ്തിട്ടില്ല. ഐ ഹോപ്പ് യു വിൽ ബി ഡൂയിങ് ദ ബോഡി പാർട്ട് ഫില്ലിംഗ് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവുന്നല്ലോ, ബിക്കോസ് നിങ്ങളിപ്പോൾ യൂസ്ഡ് ആയില്ലേ വർലി ചെയ്ത്. അപ്പോൾ ഐ വിൽ ബി ടേക്കിംഗ് യു ത്രൂ ദ ക്ലാസ്സസ്. ആൻഡ് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഫിൻസ് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഇവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പ്രിൻ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Now let's move on to the cat എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു സർക്കിൾ വരച്ചു. പിന്നെ വി ജസ്റ്റ് ഡ്രോയിങ് എ റെക്റ്റാങ്കിൾ. എന്നിട്ട് അതിന് പ്രിൻ്റായിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. Let me just take a sketch pen, അതായിരിക്കും ബെറ്റർ. നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൈ വരയ്ക്കുമ്പോൾ നമുക്കിതിങ്ങനെ കണ്ടോ, ടെയിൽ ഇങ്ങനെ അങ്ങനെ വല്ലതും കൊടുക്കാം. ആൻഡ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഫേസ്. ദിസ് ഇസ് ഹൗ ക്യാറ്റ് ലുക്സ് ലൈക്ക് ഓൺ വർലി. ഇനി നമുക്ക് സ്നേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് അതിന് സിംഗിൾ ലൈനായിട്ടല്ല ഇങ്ങനെയായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ടിപ്പ് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ഇതുപോലെ പ്രിൻ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. എയ്തർ ഇങ്ങനെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണ് കൊടുത്താലും മതി. സ്നേക്കായില്ലേ, അത് കുറച്ച് ഈസിയാണ് കുറച്ചും കൂടെ. ആൻഡ് പിന്നെ ഓക്കെ, ഇപ്പോൾ ഇത് 3 ആയി. പിന്നെ ഏത് ആനിമലാണോ ഉള്ളത്?
ഓക്കെ, വേറൊരു ടൈപ്പ് ഓഫ് ഹെൻ, ഇപ്പോൾ ചെറിയ കോഴിക്കുട്ടിയൊക്കെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും കൂടെ ചെക്ക് ചെയ്യാം. ആദ്യം ഒരു ബിഗ് സർക്കിൾ, ചെറിയൊരിത്, പിന്നെ അതിൻ്റെ അനദർ ഫേസ് പോലെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൊക്ക് കൊടുക്കാം. ഇത് കോഴി എന്ന് തന്നെ പറയാൻ പറ്റില്ല, ടൈപ്പ് ഓഫ് ബേർഡ് എന്ന് പറയാം. കാരണം വർലിയിൽ കൂടുതലും നമ്മൾ ബിൽഡിങ്സിൻ്റെ കൂടെ ഇങ്ങനത്തെ ബേർഡ്സിനെ കുറേ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ മോഡലുകളാണ് ഞാൻ നിങ്ങൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യാൻ പോകുന്നത്. കൈ ഇതുപോലൊരു ടെയിലും കൊടുക്കുക, ലൈക്ക് കോഴിക്കുട്ടി അല്ലെങ്കിൽ ബേർഡിൻ്റെ കുട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, നമ്മൾ ഒരു ബേർഡിനെയും കൂടെ പഠിക്കുന്നുണ്ടാവും. പിന്നെ സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു വര വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഹാഫ് സർക്കിൾ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ തല വരയ്ക്കുക, ചെറുതാണ് വേണ്ടത്. ആൻഡ് ലെറ്റ്സ് ഗീവ് എ ബി. അതിൻ്റെ തലയിൽ 2 അവരുടെ ഹോണല്ല, ജസ്റ്റ് ഡെക്കറേറ്റർ തിങ്. ഇനി ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ചുകൂടെ ഡെക്കറേറ്റീവായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ബേർഡാണ് കേട്ടോ. നമ്മളിതിൽ കുറേ പ്രിൻ്റെല്ലാം ചെയ്യും. ഇപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ, ഇനി ഇവിടെ നമുക്കിങ്ങനെ ഈ പാലസുകളുടെയൊക്കെ മുന്നിൽ നമ്മൾ വരയ്ക്കുക, വീടിൻ്റെ മുന്നിലും വരയ്ക്കാം. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഞാനിപ്പോൾ ഇതിനിങ്ങനെ ഒരു പ്രിൻ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഡെക്കറേറ്റീവായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ബേർഡാണ് കണ്ടോ. ദിസ് ഈസ് വൺ മെത്തേഡ്. ഇനി നമുക്ക് ബേർഡ് വരയ്ക്കാവുന്ന വേറൊരു മെത്തേഡ്സ്, പല മെത്തേഡ്സിൽ വരയ്ക്കാം കേട്ടോ. വർലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനത്തെ ചെറിയ ചെറിയ പീക്കോക്ക് വരയ്ക്കാനുള്ള ഒരു ഡിസൈനും കൂടെ ഞാൻ കാണിച്ചു തരാം. വെരി സിമ്പിളായിട്ട് ഇതിൻ്റെ സിമിലർ പാറ്റേണിൽ പീക്കോക്ക് എങ്ങനെ വരയ്ക്കാമെന്ന്. ഫസ്റ്റ് യു ഡ്രോ ദിസ്, ഇങ്ങനെ കൊണ്ടുവന്നു. ആൻഡ് ബീക്ക് കുറച്ചുകൂടെ ഇതുപോലെ ചെറുതായിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു. ആൻഡ് വി ഡ്രോൺ ദി ഐസ്, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് കൊടുക്കാം. പീക്കോക്കിൻ്റെ ആ ലീഫ് വരില്ലേ, ഫെദേഴ്സ് വരില്ലേ, ആ ഫെദേഴ്സിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നിലും ഇങ്ങനെ. ദിസ് ഇസ് അനദർ റെപ്രസെൻറ്റേഷൻ ഓഫ് പീകോക്ക്. നമ്മൾ ഇന്നലെ പഠിച്ചതെന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ബട്ട് ദിസ് ഇസ് അനദർ കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാം, ഈ ഒരു പാർട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് മങ്കീനെ വരച്ചാലോ. മങ്കി നമുക്ക് പല രീതിയിൽ വരയ്ക്കാം കേട്ടോ മങ്കീനെ. ഇപ്പോൾ കറൻ്റ്ലി പെയിൻറ്റിങ് ദാറ്റ് ഐ എം ഡൂയിങ് ഇസ് നമ്മുടെ ഹോൾ രാമായൺ ഞാൻ വർലി ആർട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്യുകയാണ്. ഫുൾ പെയിൻറ്റിങ് ഹോൾ സ്റ്റോറി ഇൻ വൺ ക്യാൻവസ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ, അതായത് ഇത് വർലി ഫുൾ പഠിച്ച് കഴിയുമ്പോൾ യു വിൽ ഹാവ് ടു ഡു എ സ്റ്റോറി ബൈ യുവർ സെൽഫ്. രാമായണം പോലെ വലുതാവണമെന്നില്ല, എനി ഷോർട്ട് സ്റ്റോറി വിൽ ബി ഫൈൻ. അപ്പോൾ അതിലും നമ്മൾ ഈ ഹനുമാൻ പോലത്തെ ക്യാരക്ടേഴ്സ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇനി അത് മങ്കീനെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഐ ഹവ് നോട്ട് ഡ്രോൺ മങ്കി ഇൻ എനി ഓഫ് മൈ പെയിൻറ്റിങ്, ബട്ട് സ്റ്റിൽ ഞാൻ ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. കാരണം മങ്കി ഈസ് വെരി സിമിലർ ടു ഹ്യൂമൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കും, നമ്മൾ നോർമൽ വരയ്ക്കുന്ന പോലെ വരയ്ക്കും. എന്നിട്ട് അതിനൊരു ടെയിലും എല്ലാം വരച്ചു കൊടുക്കും, കൈയൊക്കെ വരയ്ക്കും. ഇനി ഫേസ് ഇങ്ങനെ വരച്ചിട്ട് ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ഫേസ് ചെരിഞ്ഞിട്ട് വരയ്ക്കുമ്പോഴൊക്കെ സൈഡ് പോസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇത് കംപ്ലീറ്റ് വൺ ഫേസാണ്, അങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ അവർ സ്ലാൻഡിങ്ങിൽ നിൽക്കുകയാണ്, ചെരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ വി വുഡ് ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ കാണിച്ചു ഇങ്ങനെ വരും. ഇതിപ്പോൾ ഈ സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന മങ്കി ആണെങ്കിലാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ തല ഇത്തിരി വലുതാക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ലെഗ്സ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇങ്ങനെയുള്ള ലെഗ്സ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി വിൽ നോ ആ ഒരു സൈഡിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ.
അങ്ങനെയാണ്. മങ്കീസ് നമ്മൾ അധികം വരയ്ക്കേണ്ടി വരില്ല. ഇതർ ജങ്കിളൊക്കെ വരയ്ക്കുകയാണെങ്കിലാണ് മങ്കീനെ കൂടുതലായിട്ടും വേണ്ടത്. ഇനി ലെറ്റ്സ് ട്രൈ ഡ്രോയിങ് സംതിങ്. ഒരു ഹോഴ്സിനെ വരയ്ക്കാം. ഹോഴ്സ് എങ്ങനെയാണ്? കാരണം ഹോഴ്സ് വരലിയിൽ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഈ പഴയ കഥകളും പണ്ടൊക്കെ ഹോഴ്സ് ആയിരുന്നല്ലോ നമുക്ക് ഉണ്ടായിരുന്നത് വാഹനമായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് ലെറ്റ്സ് ഗിവ് ഇറ്റ് ഇതിൻ്റെ ലെഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ട്രയാങ്കിളായിട്ടാണ് കൊടുക്കുക. ഹോഴ്സിൻ്റെ കാല് ബാക്കിയുള്ളതിനൊക്കെ നോർമൽ ലെഗ്സ് ആയിരിക്കും. ഹോഴ്സിന് മാത്രമാണ് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ കൊടുക്കേണ്ടാവുക. ഇനി ഇതിൻ്റെ ടെയിലിനും ഹെഡിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. ടെയിൽ നമ്മളിങ്ങനെ കൊടുത്തിട്ട് കുറച്ച് ഇങ്ങനെ 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 ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കും. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ഹെഡ് വരച്ചിട്ട് അതിന് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഈ ഹെഡിൻ്റെ ഇവിടെ ഇങ്ങനെ 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 ഫെദേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഫെദർ ഇങ്ങനെ ഇതുവരെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ ഹോഴ്സിൻ്റെ ചുണ്ട് ഇത്തിരി നീണ്ടിട്ടാണല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെയും കൂടെ കൊടുക്കും. ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ. കുറച്ച് നിങ്ങൾക്ക് ഇവിടെ കട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹോഴ്സിൻ്റെ ലുക്ക് ആൻഡ് ഫീല് കിട്ടും. ഇതാണ് ഹോഴ്സ് വരയ്ക്കുന്നത്. ഡോഗിനെ വരയ്ക്കാം. എല്ലാ ഹൗസ് ഹോൾഡിലും ഉള്ളതല്ലേ ഡോഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡോഗിനെ വരയ്ക്കാം. ഡോഗിനെ വരയ്ക്കുന്നത് ഇസ് വെരി സിമിലർ. നമ്മൾ ഈ നാലുകാലികളിലെ എല്ലാം വരയ്ക്കുന്നത് ഒരേ പാറ്റേണിലാണ്. വരച്ചു, ലെഗ് വരച്ചു. നായുടെ ടെയിൽ വേണമെങ്കിൽ കുറച്ച് കട്ടിയാക്കി വരച്ചോളൂ. എന്നിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇങ്ങനെ കൊണ്ടുവരാം. ഇനി ഫേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ കൊണ്ടുവരിക. എന്നിട്ട് ചെവി നല്ല നായ്ക്കുട്ടിയുടെയൊക്കെ ചെവിയില്ലേ അതുപോലെ കൊണ്ടുവരിക. ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെയാണ് ഡോഗ് ഉണ്ടാവുക. വെരി സിമ്പിളായിട്ട്. മുഖത്ത് മീശ വരയ്ക്കണമെന്നില്ല, അത് കുറച്ചുകൂടെ ഒരു ക്യാറ്റ് ഫീൽ വരും. ബട്ട് സ്റ്റിൽ ഡോഗ്സിന് അത് ഉള്ളത് കൊണ്ട് നമ്മളത് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അത് ഇഫ് യു വോണ്ട് യു ക്യാൻ റിമൂവ് ദാറ്റ്. നമ്മൾ നേരത്തെ കണ്ടതിൽ ലെറ്റ് മീ ജസ്റ്റ് കണ്ടോ, ഈ ഒരു ഇതിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് കൗവിനെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതിൻ്റെ സിമിലർ തന്നെയാണ് ഡോഗ് വരുന്നത്. ബട്ട് വേറെ ആ ഹോൺസ് ഉണ്ടാവില്ല, കൊമ്പുണ്ടാവില്ല, പകരം ജസ്റ്റ് ഹെഡ്. ഇത്രേ ഉള്ളൂ. കാരണം ഓൾമോസ്റ്റ് വർലി എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഹ്യൂമൻസിൻ്റെ സ്ട്രക്ചർ സിംപ്ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും ആനിമൽസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഫോമിൽ ഈ സ്റ്റിക്ക് പോലത്തെ സാധനങ്ങളും സർക്കിൾസും കൊണ്ട് തന്നെ വേണം നമ്മൾ ആനിമൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള റെപ്രസെൻറ്റ് നമ്മളിത് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ.